അളിയനൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് വീടിന്റെ ഓട് മാറിയിട്ടുണ്ട്. ഇതുപോലെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഓടി മാറിക്കാണും. അങ്ങനല്ല, ഓടി മാറിയെന്ന് പറഞ്ഞു. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് വീടിന്റെ ഓടിയും പട്ടിയും ഒക്കെ ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷെ ഈ വീട് മാത്രമേ ഇതുപോലെ നശിച്ച് നാരായണക്കല്ല് വെച്ചിട്ടുള്ളൂ. നശിച്ച് നാരായണക്കല്ല്. ആദ്യം എന്റെ വീട് പൊളിച്ച്, ഇപ്പൊ എന്റെ ക്യാരക്ടർ അടിച്ചു മാറ്റി ഷൈൻ ചെയ്യാൻ നോക്കുന്നു. ഇനി ഇവൻ വാ തുറന്നാൽ ഇവന്റെ വായിക്കാത്ത ഞാൻ പച്ചമണ്ണിടിച്ച് കയറ്റും. വായിക്കാത്ത പച്ചമണ്ണിടിച്ച് അളിയോ. അളിയന് എന്റെ കൂടെ പഠിച്ച സുരേഷിനെ അറിയോ? അവിടെ പോയി പറ. സുരേഷിനെ അറിയാവോ? സുരേഷിനെ അറിയാം. വടക്കേലെ സുരേഷാന്നേലും പടിഞ്ഞാറേ അതിന് അറിയാമോന്ന് ഞാൻ ചോദിച്ചേ. സുരേഷിനെ അറിയാം. അറിയാമോ? അറിയാം. അവനിപ്പോ എവിടാ? അവനെവിടാന്ന് എനിക്കെങ്ങനെ അറിയാം? അവൻ എവിടാന്ന് പറ. എനിക്കെങ്ങനെ അറിയാം? അവൻ ദുബായില്. അവൻ ദുബായിൽ ചുമ്മാ പോയി നിൽക്കുന്നതല്ല, അവൻ ഷേഖിന്റെ അടുത്ത ആളാ. ഷേഖിന്റെ അടുത്ത അടുത്ത മാസം അവൻ അവിടെ ഒരു മാള് പണിയാൻ തുടങ്ങുക ചേച്ചി. അതിന് തറക്കല്ലിടാൻ വിളിച്ചേക്കുന്ന ആരെയാ? എന്നെയാ. ആണോ? അയ്യോ അണ്ണോ, ഇവൻ പറയുന്നത് കേട്ടോ, ദുബായിൽ ഏതോ മാള് ഷേക്ക് കുടിക്കാൻ വിളിച്ചെന്ന്. നീ എവിടാ നിന്നത്? അവിടെ തന്നെ പോയി നിൽക്കും. ദുബായിലെ ഷേക്ക് മാള് കുടിക്കാൻ വിളിച്ചെന്ന്. ദുബായിലെ ഷേക്ക് മാള് കുടിക്കാൻ വിളിച്ചെന്ന്. ഒരോടിന്റെ വിടവ് പോലെ അടക്കാൻ അറിയാത്ത ഇവനെ ഏത് മാളിന്റെ തറക്കല്ലെടുക്കാനാ വിളിച്ച? ആ ഷേക്കിനെ എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ചവന്റെ ബോൾട്ടാങ്കൽ ചേർക്കും. ഇടിച്ചവന്റെ അറിയത്തില്ല. അണ്ണ ഒന്ന് സമ്മാനപ്പെടണ്ട. എനിക്കിപ്പോ അതിനേക്കാളും വലിയൊരു കാര്യം ഉണ്ടെന്ന്. നമ്മൾ എങ്ങനെ ടൂർ പോവണ്ട? തൽക്കാലം ശശിയുടെ വീട്ടിലെങ്ങാനും പോ. പിള്ളേരും ഞാനും കൂടെ പറമ്പിൽ പോവാ. അയ്യോ, ടൂറ് പോകുന്ന നിൽക്കുമ്പോ ഓരോന്ന് പറഞ്ഞോണ്ട് വരും. ടൂറ് ഒരു കാര്യം ചെയ്യും, പിള്ളേരും ചേച്ചിയും കൂടെ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എന്റെ തറവാട്ടിലോട്ട് വരാനോ? അവിടോട്ട് വാ. അണ്ണ തറവാട്ടിൽ പോകാൻ വിളിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാം തറവാട്ടിൽ പോകാം. നമുക്ക് എല്ലാവരും കൂടെ പോവാം. തറവാട്ടിൽ പോയി താമസിക്കാം. അടങ്ങ്. അവൻ വീടാ പൊളിച്ചത്, നീ ഫ്ലോർ പൊളിക്കുന്നു. സ്കൂളിൽ പോകുന്ന നേരത്ത് മൂത്ത കൊച്ചൻ എന്നോട് 3 തവണ പറഞ്ഞു, എന്ത്? അമ്മച്ചി മച്ചിന് മോളിൽ ഇരിക്കുന്ന കിളിക്കൂടെ അടുത്ത് സൂക്ഷിച്ചു വെക്കണേ. ചേച്ചി അളിയൻ വിഷമിക്കണ്ട. കിളിക്കൂടി ഞാൻ ഭദ്രമാക്കി ഒരു സ്ഥലത്ത് സേവാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നടി? എടാ, ഒരു കിളിയുടെ വില പോലും എനിക്കില്ലടാ. കിളിയുടെ വില പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഡയലോഗ് പറയുമ്പോ മൊത്തം പഠിച്ചിട്ട് പറയണം. ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണം. പറയാനും ആയല്ലോ. വാങ്ങിച്ചോണ്ട് പോകുമ്പോ എല്ലാവർക്കും ഒരുപോലെ ഇല്ല കൊണ്ടുപോകും. അത് ശരി. കളിച്ച് എന്റെ നേരെ വന്ന് കളിക്കുന്നു. കളിച്ച് അണ്ണന്റെ നേരെ വന്നു. അണ്ണ ദേഷ്യപ്പെടല്ലേ? ദേഷ്യപ്പെട്ടു പോയി. അണ്ണൻ ദേഷ്യപ്പെടാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. ദേഷ്യം വന്നാലും ഒന്നും പറയല്ലേ? പറയത്തില്ലടി. അണ്ണാ, നമുക്കേ ഈ അവസ്ഥയിൽ എന്റെ അച്ഛന്റെ അടുക്കലോട്ട് അങ്ങ് പോയാലോ? അതിനേക്കാളും നല്ലത് കവലയിലിരിക്കുന്ന പ്രതിഷ്ഠയെ പോയി കാണുന്നതാണ്. ഇവിടെ അച്ഛൻ ജീവിതത്തിൽ അയാൾ ഇന്ന് വരെ പണിക്ക് പോയി ഞാൻ കണ്ടിട്ടില്ല. സൂര്യൻ ഉദിക്കുമ്പോ പുള്ളി എഴുന്നേക്കും. പല്ല് പോലും തേക്കാതെ ഇവരുടെ വീടിന് മുമ്പിൽ കുറെ തൊട്ടാവാടി നിപ്പുണ്ട്. തൊട്ടാവാടിയെ ചെന്ന് തൊടും. അപ്പൊ അത് തൊഴുത് കാണിക്കുന്ന. എന്നിട്ട് ആ നാട്ടിൽ മൊത്തം പുള്ളി പറഞ്ഞ് നടക്കുന്ന എന്താ? തൊട്ടാവാടിക്ക് പോലും എന്നോട് ബഹുമാനമാണ്. അങ്ങനെ ഇരിക്കുന്ന നിന്റെ തന്തയെ പോയി കണ്ട ആള് തൊട്ടാവാടി പറിച്ചു തരും. തൊട്ടാവാടി